ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത് നമ്മുടെ FIAസിൻ്റെ ഡേറ്റ വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ അത് അന്നെങ്കിൽ നമുക്കൊരു വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി വരത്തുള്ളൂ. നമ്മുടെ ഒരു വ്യൂ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റയുടെ കിട്ടിയെങ്കിൽ നമുക്ക് കറക്റ്റ് വ്യൂ ക്ലിയർ ആകത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു അൺസർട്ടനിറ്റി നമ്മൾ പറയും. അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇന്ന് എന്താ സംഭവിച്ചത്? ഹ്യൂജ് ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി അല്ലേ? ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഉണ്ടായി, ഏകദേശം 150 പോയിൻറ്റിനടുത്തുള്ള ഗ്യാപ്പ് അപ്പ് ഉണ്ടായി. നമുക്ക് ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്തവർക്കറിയാം, ഒരു രീതിയിലും ട്രേഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ റീറ്റെയിലേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നൊരു മാർക്കറ്റായിരുന്നു അല്ലേ? അതായത് രാവിലത്തെ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഈ ഇവിടം വരെ 1.5 മണിക്കൂറോളം നമ്മളെ മുൾമുനെ നിർത്തുന്ന രീതിയിലുള്ളൊരു മാർക്കറ്റായിരുന്നു. ആദ്യം രാവിലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, നേരെ താഴോട്ട് വന്നു, കറക്റ്റ് നമ്മുടെ ലൈനിൽ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം വീണ്ടും വലിയൊരു 10-70 പോയിൻറ്റിൻ്റെ ഒരു ക്യാൻഡിൽ വന്നു, വീണ്ടും നമ്മുടെ ലൈൻ തട്ടി. അവിടുന്ന് വീണ്ടും ഒരു എമകണ്ടം ക്യാൻഡിൽ വീണ്ടും വന്നപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം വിചാരിച്ചു ഓക്കെ എല്ലാം കഴിഞ്ഞ് തീർന്നു, തട്ടി തകർന്ന് താഴോട്ട് വരിക എന്നുള്ള രീതിയിൽ, അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ കോടികൾ കാശുണ്ടല്ലോ. അപ്പോൾ ഒരു പൊട്ടിത്തകരാൻ പോകുന്ന രീതിയിൽ ഒരു വലിയ ബുള്ളിഷ് ഒരു ബെയറിഷ് മർബോസ് ക്യാൻഡിലൊക്കെ ഇട്ട് കാണിച്ച് നേരെ വന്നു. അതിനുശേഷം അതിനേക്കാൾ വലിയൊരു എമകണ്ടം ക്യാൻഡിൽ നേരെ തിരിച്ചു പോയി ഇല്ലേ? അപ്പം C എടുത്തവനും P എടുത്തവൻ്റെ എല്ലാം തലമണ്ട അടിച്ച് പൊട്ടിച്ചിട്ടാണ് ഇവർ ഇത്രയും ഒരു പണി നടത്തിയത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എടുത്തവർക്കൊക്കെ സ്റ്റോപ്പ് അടിച്ച് കാണും. നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോക്ക് മാർക്കറ്റ് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. മാർക്കറ്റിനും ദൈവം തമ്പുരാനും അല്ലാതെ വേറെ ഒരു മനുഷ്യനും ഇതിനെപ്പറ്റി കൃത്യമായി ഒരറിവും കാണുകയില്ല. ഓക്കെ, നമ്മളെപ്പോഴും സാധ്യതകളെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പം അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മേലോട്ട് കയറി എന്താ സംഭവിച്ചത്? ഇവിടെ ഇന്നത്തെ ഓപ്പണിങ് അല്ലെങ്കിൽ നമ്മുടെ ലെവൽ 840 834 ആ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിയപ്പോഴും ഇവിടെ ഇവിടെ സപ്പോർട്ട് എടുത്തപ്പോൾ ഈ ക്യാൻഡിലൊക്കെ കയറാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ക്യാൻഡിലൊക്കെ നിങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ക്യാൻഡിൽ നമുക്ക് ഒരു കൺഫർമേഷനില്ല. കാരണം ഇത്രയും വലിയ പണി കിട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ക്യാൻഡിൽ കയറത്തില്ല. പിന്നെ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടപ്പം ഓക്കെ, മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൊമെൻ്റ് ആയെന്ന് ധരിച്ചെങ്കിലും നമുക്ക് ഇത് ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ ഉള്ളൂ. ചുമ്മാ അവിടെ ചാടിക്കയറി എടുക്കാൻ പറ്റത്തില്ല. എടുത്തവൻ ഭാഗ്യത്തിന് വല്ലതും കിട്ടിക്കാണെന്നുള്ളതല്ലാതെ നമുക്കൊരു ട്രേഡ് കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് പോയി ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഇത് ഈ ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. അപ്പം നോക്കി മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിൽ പോയി നമ്മുടെ ലെവൽ തട്ടി നേരെ തിരിച്ചു വന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ കിട്ടി അല്ലേ? അതിനുശേഷം വീണ്ടും റിജക്ഷൻ ക്യാൻഡിൽ വന്നു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് മേലോട്ട് പോയി. പക്ഷേ എത്ര പേർക്ക് ഇത് പിടിക്കാൻ പറ്റുന്ന അറിയില്ല. നമുക്ക് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വാദത്തിന് പറയാം, ഞാൻ വരച്ച ലൈൻ പോയി, അങ്ങനെ പോയി, ഓടെ എന്നൊക്കെ എനിക്ക് പറയാം. പക്ഷേ നമ്മൾ പിന്നെ കാര്യം പറയുമ്പം നമ്മൾ കറക്റ്റായിട്ട് കാര്യം പറയണമല്ലോ. നമുക്ക് ആർക്കും അത് എനിക്ക് തോന്നുന്നില്ല ആർക്കും എടുക്കാൻ പറ്റും. പിന്നെ ആരെല്ലാം സ്കാൽപ്പേഴ്സ് അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സിന് ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടുകൊണ്ട് ഇത്രയും കയറി മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തു, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടു, പിന്നെ ഈ റിജക്ഷൻ ക്യാൻഡിൽ കണ്ട് കൺഫേം ചെയ്ത് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഒരു ടയർ എടുക്കാം. അടിച്ചാൽ അടിച്ചു, ഇല്ലെങ്കിൽ നല്ലൊരു ഇത്രയൊരു ടാർജറ്റ് ഒരു 874 934 ഏകദേശം 10-60 പോയിൻറ്റിൻ്റെ ഒരു സംഭവം ഒരു പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി കാണുമായിരിക്കും. ഓക്കെ, അതിനുശേഷം തിരിച്ച് കൃത്യമായി നമ്മുടെ 931 വന്ന് ടച്ച് ചെയ്തു. നേരെ മാർക്കറ്റോട് റിജക്റ്റ് ചെയ്യാൻ പല പ്രാവശ്യം റിജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഒന്ന് റിജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, തിരിച്ച് കയറി വീണ്ടും റിജക്റ്റ് ചെയ്തു. അപ്പം ഇവിടെ എനിക്കറിയത്തില്ല ആരൊക്കെ എടുത്തെന്നുള്ള കാര്യം. കാരണം നമുക്കൊരു കൺഫർമേഷൻ, നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും നമ്മുടെ വര റെസ്പെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ ട്രേഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഒരു നിർബന്ധമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ നിൽക്കരുത്. നമ്മൾ ആദ്യം നമ്മുടെ ആ ധാരണ നമ്മൾ മാറ്റി വെക്കണം. എന്നും ട്രേഡ് ചെയ്യണം എന്നുള്ള ആ പോളിസി നിങ്ങൾ മാറ്റി വെക്കുക. എന്നും എനിക്ക് ട്രേഡ് ചെയ്യണം, നോ, അങ്ങനെയല്ല. അവസരം ഉണ്ടാകുമ്പോൾ മാത്രമേ ട്രേഡ് ചെയ്യാവൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായി, നമ്മൾ മാത്രം ട്രേഡ് ചെയ്യുമോ? ചെയ്യത്തില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ നമുക്ക് ശുഭകരമല്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. വെറുതെ നിങ്ങളുടെ പൈസ കണ്ട് കളയാനുള്ളത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഞാൻ കറക്റ്റായിട്ട് എല്ലാവരോടും പറഞ്ഞു ഇല്ലേ? കാരണം നമുക്ക് അത് ഒരു ട്രേഡ് എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. വെള്ളമില്ലാത്തടത്ത് നമ്മൾ മുങ്ങിപ്പോയാൽ തലയിടിച്ച് നമുക്ക് പരിക്ക് പറ്റത്തേ ഉള്ളൂ ഇല്ലേ? ഇന്ന് പരിക്ക് പറ്റിയ ധാരാളം ആൾക്കാരുണ്ട് കൊണ്ടായിരിക്കും. ഇന്നലെ ഞാൻ കിട്ടിയതൊക്കെ ചിലപ്പം ഇന്ന് കളഞ്ഞു വിളിച്ച് കാണും. മാർക്കറ്റ് അങ്ങനെയാണ്. അപ്പോൾ നമ്മളവിടെ കൃത്യമായി സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി എൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവൂ. അല്ല എൻട്രിക്ക് വേണ്ടി എൻട്രി ഉണ്ടാക്കല്ലേ, അവിടെയാണ് പ്രശ്നം. ഒരു എൻട്രി എടുക്കാൻ വേണ്ടി നമ്മൾ തപ്പിപ്പിടിച്ചൊരു എൻട്രി ഉണ്ടാക്കി അവസാനം അത് പണി മേടിച്ച് വീട്ടിൽ പോകത്തേ ഉള്ളൂ ഇല്ലേ? അങ്ങനെയാണ് സംഭവിച്ചത്. ഓക്കെ, പോട്ടെ, അതെല്ലാം പോട്ടെ. കുറേ വേറെ കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മൾ പറഞ്ഞാൽ നീണ്ടുപോകും.
അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ചു വന്നു. കറക്റ്റ് നമ്മുടെ അതേ ലൈൻ 25,824 അതേ പോയിന്റ് നമ്മൾ വരച്ച വരയിൽ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തു. വരച്ച വരയിൽ നിർത്തി എന്ന് പറഞ്ഞ പോലെ വരച്ച വരയിൽ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത്രയുമാണ് ഇന്ന് സംഭവിച്ച സംഭവ വികാസങ്ങൾ. ഓക്കെ, ഇനി അടുത്ത കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ വരുന്നതിന് മുന്നേ നമുക്ക് ഡേ ക്യാൻഡിലൂടെ നോക്കാം. ഡേ ക്യാൻഡിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഓക്കെ, ഡേ ക്യാൻഡിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ നേരത്തെ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട് അല്ലേ. നമ്മളുടെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ പോകുന്നുണ്ട്. ഒരു ഹയർ ഹൈ ഉണ്ടായി, വരച്ച് കാണിക്കാം. ഒരു ഹയർ ഹൈ, ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടായി, പിന്നെയും വന്നു, വീണ്ടും ഒരു ഹയർ ഹൈ ഉണ്ടാക്കി ഇല്ലേ. ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് തിരിച്ചു വന്നു ഇതേ പോയിന്റിൽ, ഈ പോയിന്റിൽ വന്ന് എന്ത് ചെയ്തു? മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു ഇല്ലേ. ഇവിടുന്ന് മാർക്കറ്റ്, ഇനി ശ്രദ്ധിച്ചോളാം നിങ്ങൾ, ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ തിരിച്ച് റിജക്ഷൻ കൊടുത്തു. നമ്മുടെ കറക്റ്റ് ട്രെൻഡ് ലൈൻ വന്ന് റിജക്ഷൻ എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറി. തിരിച്ച് കയറി ഇന്നത്തെ ഗ്യാപ്പ് അപ്പ്, ഇന്നലത്തെ റിജക്ഷൻ, ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് എല്ലാം ചേർന്നിട്ട് എന്താ സംഭവിച്ചേ? ഇതേ ലൈനിൽ വന്ന് മുട്ടി ഇടിച്ച് അവിടെ നിന്നു. മനസ്സിലായോ പറഞ്ഞേ? നമ്മളുടെ ഈ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇതുവഴി ഇങ്ങനെ നേരത്തെ ഹയർ ഹൈ ഉണ്ടായതിൻ്റെ ഒരു ഫോർമേഷൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കിടപ്പുണ്ട് ഇല്ലേ. ആ ട്രെൻഡ് ലൈൻ നമ്മൾ ഓൾറെഡി നേരത്തെ വരച്ചിട്ടേക്കുന്നതാണ്. ആ ട്രെൻഡ് ലൈനിൻ്റെ അവിടെ വന്ന് കറക്റ്റായിട്ട് സംഭവം ഇടിച്ച് നിന്നു. ഇനിയും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവനെ പൊട്ടിച്ച് മുകളിലോട്ട് കയറുമോ, ഇവിടെ നേരെ തിരിച്ച് താഴോട്ട് വരുമോ? ഇതാണ് ചോദ്യം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിലെ നിലവിലത്തെ അവസ്ഥ വെച്ച് നമ്മൾ ഇതിനെ എങ്ങനെ വിശകലനം ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. മാർക്കറ്റ് ഇത് പൊട്ടിച്ച് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഈ 26,100 ആയിരിക്കും അടുത്ത ടാർഗറ്റ്. പിന്നെ ഓൾ ടൈം ഹൈ 26,277, 26,277. ഇത് രണ്ടുമായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. പക്ഷെങ്കിൽ ഇവിടെ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാര്യം. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? തിരിച്ച് നമ്മുടെ ഈ ക്യാൻഡിലോട്ട്, നമ്മുടെ ചാർട്ടിലോട്ട് പോകാം. ഓക്കെ, ഇനി മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ പറയാം. നമ്മുടെ മാർക്കറ്റിൽ 1-2 ന്യൂസുകൾ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ രാജ്യത്ത് നടന്ന ബ്ലാസ്റ്റ്. ഓക്കെ, ഈ ബ്ലാസ്റ്റിനെ പല രാജ്യങ്ങളും അപലപിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് ആര് ചെയ്താലും ശരിയല്ല എന്ന് പറയുന്ന രീതിയിൽ എല്ലാവരും, ഈവൻ ചൈന പോലും ചൈനയുടെ അംബാസിഡർ ആ സ്പോട്ടിലെത്തി, ഈ ബ്ലാസ്റ്റ് നടന്ന സ്പോട്ടിൽ എത്തി ഇതിനെ അപലപിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ വിദേശ രാജ്യങ്ങളും ഈ സംഭവത്തെ, ഇത് ആര് ചെയ്താലും ഇത് ശരിയല്ല, ഇതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഇത് ഒരു തീവ്രവാദി ആക്രമണം എന്ന രീതിയിലാണ് മറ്റ് രാജ്യങ്ങൾ ഇതിനെ കാണുന്നത്. ഓക്കെ, ഒന്നാമത്തെ സംഗതി അത്. രണ്ടാമത്തെ സംഗതി, പാകിസ്ഥാന് ചെറുതായിട്ടൊരു പേടി കെട്ടിയിട്ടുണ്ട്. ഇനിയും ഓപ്പറേഷൻ സിന്ദൂർ 2 നടക്കുമോ ഇല്ലയോ എന്ന ഒരു ചെറിയ ഭീതി, വലിയ ഭീതിയല്ല, ചെറിയ ഭീതി അവരുടെ മനസ്സിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മളുടെ 5 കിലോമീറ്റർ അല്ല 5000 കിലോമീറ്റർ പോകുന്ന ഒരു സാധനം കൂടെ നമ്മുടെ DRDO ഈ സമയത്ത് തന്നെ പരീക്ഷിച്ചു, ടെസ്റ്റ് ചെയ്തു. 5000 കിലോമീറ്റർ പോകുന്ന, അത് സബ്മറൈനിൽ നിന്ന്, കടലിൽ നിന്ന് തൊടുക്കാൻ പറ്റുന്ന രീതിയിൽ 5000 കിലോമീറ്റർ പോകുന്ന ഒരു സാധനം, ഒരു മിസൈൽ നമ്മുടെ DRDO അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇന്ന് ടുഡേ നമ്മുടെ ട്രംപ് അണ്ണൻ മോദിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ കോളിലൂടെ. ഓക്കെ, ട്രംപ് അണ്ണൻ ഇന്ന് മോദിയെ ഒരു ഫോൺ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താ സംസാരിച്ച അറിയത്തില്ല. ചിലപ്പം ഒരുപക്ഷെ താരിഫിൻ്റെ ഡീല് വല്ലതും ആയിരിക്കാം, അല്ല ഈ ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇനി പാകിസ്ഥാനിൽ കയറി അടിക്കലെന്ന് പറയാം. എന്തോ നമുക്കറിയത്തില്ലേ, നമുക്കറിയത്തില്ല, സംസാരിച്ചെന്താ നമുക്കറിയത്തില്ല. പക്ഷേങ്കിൽ ഒരു ഫോൺ കോൾ ഇന്ന് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനിയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് വരുന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അല്ലെങ്കിൽ എന്താണ് ഈ മാർക്കറ്റ് ഇനി അടുത്ത് ഇതിനായിട്ടും അമിത്ഷായോ അല്ലെങ്കിൽ മോദിയോ ഇതിനെപ്പറ്റി യാതൊരുവിധ കാര്യങ്ങളും പബ്ലിക്കലി സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഇതെന്ത് ആക്രമണമാണെന്നോ എങ്ങനെയാണോ ഒന്നും
ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇത് നടത്തിയത് മുഴുവൻ വൈറ്റ് കോളർ ടീമാണ്, എല്ലാം ഡോക്ടേഴ്സാണ്. ഇന്ന് ഇപ്പോൾ 2 വനിതാ ഡോക്ടർമാർ, ലേഡി ഡോക്ടേഴ്സിനെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫരീദാബാദിൽ നിന്ന് 2 ലേഡി ഡോക്ടറിനെ കൂടെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ണികൾ അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നീണ്ടു പോയി ഇത് അറ്റം ചെന്ന് മുട്ടുന്നത് എവിടെയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഓക്കെ, അപ്പം അത് ഒരു പ്രശ്നം. അപ്പം ഇതെല്ലാം കൂടെ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ, ഓക്കെ, ഇത് എല്ലാം കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ അറിയാം, ഇതിൻ്റെ ഈ കാറിൻ്റെ ഓണർ പഹൽഗാമിലുള്ള ആളാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് അവിടുന്ന് കുറേ ആൾക്കാരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തായിരുന്നു. അറസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം അവരെല്ലാം ജാമ്യത്തിൽ വിട്ടായിരുന്നു. ഓക്കെ, ബെയിൽ കൊടുത്തവരെല്ലാം വിട്ടായിരുന്നു. ഈ ബെയിൽ വിട്ട ആൾക്കാരെ എല്ലാം ബെയിൽ ക്യാൻസൽ ചെയ്തിട്ട് അവരെല്ലാം പിടിച്ചകത്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താ പറയുന്ന ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പം എല്ലാം മാർക്കറ്റ് അല്ലെങ്കിൽ എല്ലാവരും ഇത് കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നുള്ളത്. ഇതിനെപ്പറ്റി നമ്മുടെ ഗവൺമെൻറ് ഇതിനായിട്ട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും സൈലൻ്റായിട്ടായിരിക്കില്ല പ്രതികരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ സ്വഭാവവും, നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. പുള്ളി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, പ്രവൃത്തിയിലൂടെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഇനി ഇതാണ് നെഗറ്റീവ് ന്യൂസുകൾ. ഓക്കെ, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആകാനുള്ള സാധ്യതകൾ. ഇനി പോസിറ്റീവ് ഇമ്പാക്റ്റ് പറയാം. പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ എന്താണ്? പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഒന്ന്, ട്രേഡ് ഡീൽ. ഓക്കെ, ട്രേഡ് ഡീല് ഏത് നിമിഷവും വരുവാണെന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും നമ്മുടെ അണ്ണൻ 25% കട്ട് ചെയ്യും. മറ്റേത് കട്ട് ചെയ്തില്ല, 25% ഈ ഫൈൻ അടിച്ചത് എത്രയും പെട്ടെന്ന് കട്ട് ചെയ്യും. ഇത് മാർക്കറ്റിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണും. കാരണം ഈ 25% കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ടെക്സ്റ്റൈൽ സെക്ടറും ഷ്രിമ്പിൻ്റെ ആ ഏരിയയൊക്കെ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ പറന്ന് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള മേഖലകളൊക്കെ പെട്ടെന്ന് ആ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ പറന്ന് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും 25% ഉള്ളൂ, ബാക്കി എന്നാലും 25% നിൽക്കുകയാണ്. ഓക്കെ, എങ്കിലും ഒരു എന്താ പറയുന്ന ഒരു കാർമേഘം നീങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റും, ഇല്ലേ? ഇത് പ്രഖ്യാപിക്കുക, അത് ഒന്ന് മാർക്കറ്റിലൊരു പോസിറ്റീവാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ബീഹാർ ഇലക്ഷനാണ്. ഇലക്ഷൻ്റെ കാര്യത്തിൽ ഓൾറെഡി പിന്നെ ഈ പോളൊക്കെ വന്നു, അത് BJPക്ക് അനുകൂലമാണ് കാര്യങ്ങൾ. അപ്പം ഈ BJPക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഇതിനെ മാർക്കറ്റ് വലിയ എഫക്റ്റ് ഒന്നും നടക്കത്തില്ല. അത് ഓൾറെഡി റാലി കഴിഞ്ഞു. ഈ പ്രീ പോള് എക്സിറ്റ് പോളിൻ്റെ ഫലം വന്നതിന് അനുസരിച്ചാണ് ഇന്നുമായിട്ടൊക്കെ ഈ കളിച്ചത്. ഇത്രയും 500 ഒറ്റയടിക്ക് ഇവിടുന്ന് 500 പോയിൻ്റാണ് കയറിയിരിക്കുന്നത് മാർക്കറ്റ്. 500 പോയിൻ്റാണ് ഇവിടുന്ന് ഇന്നലെ ഇന്നും കൂടെ റാലി ചെയ്തിരിക്കുന്നത് 500 പോയിൻ്റ്. ഓക്കെ, ഈ 500 പോയിൻ്റ് റാലി BJP ഇലക്ഷനും ഈ ബീഹാർ ഇലക്ഷനും പിന്നെ പിന്നെ താരിഫ് വരുന്നു എന്നുള്ള ഡയലോഗ് എല്ലാം കൂടെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഇനിയും അപ്പോൾ ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലൊന്നും സംഭവിക്കത്തില്ല, ആസ് യൂഷ്വൽ നോർമലാണ്. ഈവൻ നെഗറ്റീവാണ്, ഏതെങ്കിലും കാരണവശാൽ NDAക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ, ലെവലുകൾ മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിലേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിനാണ് ഈ പറയുന്നത്. അപ്പോൾ NDAക്ക് ഏതെങ്കിലും കാരണവശാൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് എക്കണോമിക് ടൈംസിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് 4 to 5% ക്രാഷ് ആകും എന്ന് ഓൾറെഡി ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ NDAക്ക് ഭൂരിപക്ഷം ഇല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 4 to 5% ക്രാഷ് ആകും. കാരണം ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന കേസാണ് എന്നാണ്. ഇത് ഡയറക്റ്റ് ബാധിക്കത്തില്ലെങ്കിലും ഇവരുടെ ക്രെഡിബിലിറ്റി, അതായത് ഇവരെന്താണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇവർ എതിരാണ് എന്നുള്ളൊരു പ്രതീതി വരുത്തി തീർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മാർക്കറ്റ് ക്രാഷ് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു പിന്നെ റേറ്റിംഗ് ഏജൻസി പറഞ്ഞിട്ടുണ്ട്. അത് എക്കണോമിക് ടൈംസിൽ എൻ്റെ ന്യൂസ് വന്നിട്ടുണ്ട്, മണി കൺട്രോളിൽ ഞാൻ കണ്ട ന്യൂസ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രാഷ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്നിങ്ങനെ പറയാം. അപ്പോൾ ഈ 2 സംഗതികൾ മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ടോട്ടലി ഒരു അസ്ഥിരാവസ്ഥയാണ്. ഓക്കെ, ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പം ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് വഴിക്കാണോ, അപ്പോൾ എത്ര മേലോട്ട് കയറുവാണെങ്കിലും ഓരോ കയറ്റം കയറുമ്പോഴും ഓരോ റെസൻസിലും നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം മാർക്കറ്റിനെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നിലവിലുള്ള ന്യൂസുകൾ, ലെവലുകൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്, ഇല്ലേ? മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നാളെ ഇപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്തായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യണം, ഇല്ലേ? ഇല്ല, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് നേരെ താഴെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ലോയുടെ ബ്രേക്ക് ചെയ്യണം. ഈ ലോയുടെ ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ നേരെ മാർക്കറ്റ് വരുന്നത് ഇവിടെ ഈ ട്രെൻഡ് ലൈനിലായിരിക്കും വരുന്നത്. മനസ്സിലായി? ഈ ട്രെൻഡ് ലൈനിലെത്തും. ഈ ട്രെൻഡ് ലൈനിലെത്തി
ശേഷം ഇവിടെ എന്ത് സംഭവിക്കുന്നത് നോക്കുക. ഇവിടെ സംഭവിച്ച് ഇവിടെ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ നേരെ സാധനം തിരിച്ച് നേരെ താഴോട്ട് 761 വരും. ഇല്ല, മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 931 സസ്റ്റെയിൻ ചെയ്യണം. 931 മുകളിൽ, ഇതിൻ്റെ മുകളിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്രയുള്ളൂ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞ്? ഇതിന് മുന്നോട്ടുള്ള യാത്ര ഇതിൻ്റെ മുകളിൽ നിലനിർന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് യാത്രയുള്ളൂ. അപ്പോൾ തന്നെ 25,981 25,100 നമുക്കൊരു സൈക്കോളജിക്കൽ ലൈൻ വരച്ചിട്ടുണ്ട് ഇവിടെ, ഇല്ലേ? നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. 26,100 സോറി, അത് പോട്ടെ, അതല്ല, 25,931 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 25,981 ഉണ്ട്. പിന്നെ 26,000 നമുക്ക് സൈക്കോളജി ഉണ്ട്, 26,25 കിടപ്പുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ എന്ത് സംഭവിച്ചാലും ഇതിനെ മുകളിൽ നിൽക്കണം. ഇതിൻ്റെ മുകളിൽ നിന്നെങ്കിൽ മാത്രമേ മുകളിലോട്ടുള്ള റാലി ഉള്ളൂ. ഇല്ല, ഇത് പൊട്ടി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും, അതിനുശേഷം നേരെ താഴോട്ടായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് പറയാം. ബാക്കി ലെവലുകളൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമുക്ക് എന്താ നോക്കേണ്ടത്? നമുക്ക് നമ്മുടെ പിന്നെ ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, നമ്മുടെ ലെവലിൽ തന്നെ വന്ന് നിൽക്കുക. ഞാൻ എന്താ ഇതിനകത്ത് പറയേണ്ട? ബാങ്ക് നിഫ്റ്റിയിൽ ഒന്നും പറയാനില്ല എനിക്ക്. കാരണം എന്താ പറയുക, ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും എവിടെയാണോ ഓപ്പൺ ചെയ്ത് ആ ഏരിയ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എവിടെയാണ് ബാങ്ക് നിഫ്റ്റി വീക്കാണ്, ഇല്ലേ? എവിടെയാണോ ഓപ്പൺ ചെയ്ത് അതേ പോയിന്റ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഫർദർ മൂവ്മെൻറ്റ് നമുക്ക് ഉള്ളൂ. ഓൾറെഡി ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ എപ്പോഴും സെല്ലിംഗ് പ്രഷർ അതിനകത്തിൽ കാണും. ഓക്കെ, നിങ്ങൾ നാളെ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറിലുള്ള സ്റ്റോക്ക് SBI ആണ്. നിങ്ങൾ കൃത്യമായി SBI വാച്ച് ചെയ്യണം. കാരണം SBI ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. ഏത് നിമിഷമാണ് ഇതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് ആയാൽ ഏത് നിമിഷവും SBI ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അതിനുശേഷം നമുക്കെന്താണ് നമ്മുടെ മിഡ് ക്യാപ്പിനകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കറക്റ്റ് നമ്മളുടെ ഗ്യാപ്പ് അപ്പ് നമ്മുടെ ലൈനിൽ ഓപ്പൺ ചെയ്തു മേലോട്ട് പോയി വീണ്ടും തിരിച്ച് ഏകദേശം ആ റേഞ്ചിലൊക്കെ തന്നെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. മോളോട്ട് ഇതിപ്പോൾ ഏകദേശം ഓൾ ടൈം ഹൈ ആയി. നമുക്ക് ഡേ ഒന്ന് നോക്കാം. കണ്ടോ, അണ്ണൻ ഡേ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. കണ്ടല്ലോ, ഓൾ ടൈം ഹൈ നമ്മുടെ മിഡ് ക്യാപ്പ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിലത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ 17,13,783 ആണ്. 855 ക്രോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലായിട്ട് ഇതിനകത്ത് വരച്ചിട്ടില്ലല്ലേ മോളോട്ടുള്ള ലൈൻ വരയ്ക്കണം. ഓക്കെ, നമുക്ക് നോക്കാം, വരയ്ക്കാം. നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ വരയ്ക്കാം നമുക്ക് ആദ്യം. അതിനുശേഷം ഈ ഒരു ഹൈ വരയ്ക്കാം, അല്ലേ? ഇനി നമ്മളെങ്ങനെയാണ് ഒരു ലെവൽ കണ്ടെത്തുന്നത് വെച്ചാൽ മാർക്കറ്റ് എവിടെ നിന്നാണോ സപ്പോർട്ട് എടുത്ത് കയറിയത് അതേ അളവ് തന്നെ ആയിരിക്കണം മുകളിലോട്ട് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറിയ ലെവൽ ഈ ലെവലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറിയത്. ഓക്കെ, അപ്പോൾ അവിടുന്ന് മേലോട്ട് എത്ര ദൂരം ഉണ്ടോ അത്രയും ദൂരം കൂടെ മാർക്കറ്റ് സഞ്ചരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ലെവലും കൂടെ നമുക്ക് വരയ്ക്കാം. അത് ഇതാണ്. ഓക്കെ, അടുത്ത ലെവൽ അതാണ്. ബാക്കി 14,031. ബാക്കി നമുക്ക് പിന്നെ വരയ്ക്കാം. അടുത്ത ഇടയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലോട് നോട്ട് ചെയ്ത് വെച്ചു. പക്ഷെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായാൽ അതിൻ്റെ തീവ്രത ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മിഡ് ക്യാപ്പിനെ ആയിരിക്കും. കാരണം എന്താണ്? മിഡ് ക്യാപ്പിനെയും ബാങ്ക് നിഫ്റ്റിയും ആയിരിക്കും. കാരണം എന്താണ്? രണ്ടുപേരും ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. മോങ്ങാനിടുന്ന നായുടെ തലേ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ കയ്യാലപ്പുറത്തേക്കുന്ന തേങ്ങയാണ് എപ്പോൾ വേണേലും ഉരുണ്ട് താഴെ വീഴാം. അതുകൊണ്ട് നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻസെക്സിൽ നമ്മൾ പറഞ്ഞല്ലോ, സെൻസെക്സ് ഇപ്പോൾ ഞാൻ നോക്കിയേ ഇല്ല കേട്ടോ. വരച്ചിട്ട് അതേ ലൈനിൽ നമ്മൾ കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് നേരെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ സെൻസെക്സ് ചെയ്യുന്നവർ ഞാൻ ലെവലുകൾ മാത്രമേ തരുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ട്രേഡുകൾ നിങ്ങൾ നോക്കി കണ്ട് ചെയ്യുക. ഓക്കെ, ഈ ലെവലുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി റെസ്പെക്റ്റ് ചെയ്തില്ല. 5, 10, 25, 50 പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയായിരിക്കും. കാരണം സെൻസെക്സ് ആണ്.
അതുകൊണ്ട് കൃത്യമായി ലെവലുകൾ, എന്നാലും ഏകദേശം നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളത് നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. ഇതിന് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അപ്സൈഡ് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള സമയം ഒത്തിരി പോയി, 20 മിനിറ്റ് തന്നെ ആയി ഇപ്പോൾ തന്നെ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, കഴിവതും ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ ഈ വൈകുന്നേരങ്ങളിൽ തന്നെ കേൾക്കാൻ ശ്രമിക്കുക. സാധാരണ ഞാനിപ്പോൾ കാണാറുണ്ട്, സാധാരണ ഇതിൽ നമ്മുടെ വീഡിയോകളെല്ലാവരും കാണുന്നത് രാവിലെയാണ് കാണുന്നത്. ഓക്കെ, രാവിലെ എഴുന്നേറ്റ് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിരുന്ന് കാണാം. അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാക്കാനും എടുക്കാനൊന്നും സമയം കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ കഴിവതും നിങ്ങൾ വൈകുന്നേരം അല്ല രാത്രി കിടക്കാൻ നേരത്തെ സമയമില്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നോ 10-20 മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളിത് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് കിടക്കാൻ ശ്രമിക്കുക. രാവിലെ ഈ ഹറിബറിയായിട്ട് രാവിലെ വന്ന് പല കാര്യങ്ങൾക്കിടയിൽ വന്ന് ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ചുമ്മാ അത് കേട്ടിട്ട് പോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഗുണത്തിനേക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പിന്നെ കഴിവതും നിങ്ങൾ വൈകുന്നേരം വീഡിയോ കേൾക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ, നിങ്ങളുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി, അതുമായിട്ട് ഇന്ന് ഈ നാളെ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റിയുള്ളൊരു സെറ്റപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. മനസ്സിലായി? അതുമായിട്ട് നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ വൈകുന്നേരങ്ങളിൽ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.